സുഹൃത്തുക്കളെ, നമ്മൾ എത്രയൊക്കെ നന്മകൾ ചെയ്തിട്ടും സത്യസന്ധതയോടെ ജീവിക്കാൻ ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് ജീവിതം നമ്മളെ തന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും. നമ്മൾ ചെയ്യുന്ന ആത്മാർത്ഥതയ്ക്ക് ഒരു വിലയുമില്ലെന്ന് തോന്നിപ്പിക്കുന്ന ആ നിമിഷങ്ങളിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മളാരും ആലോചിക്കാറില്ല. അതിനു പിന്നിൽ നമ്മൾ അറിയാത്ത ചില വലിയ കാരണങ്ങളുണ്ടാകാം. നമ്മളെല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടാകാം. ഏറ്റവും വിശ്വസിച്ചവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ആഘാതങ്ങൾ ഏൽക്കുമ്പോൾ ഇനി ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നും എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണോ എന്നുമുള്ള ഭയം സ്വാഭാവികമാണ്. എന്നാൽ ഈ പരാജയങ്ങളും വേദനകളും വെറുമൊരു യാദൃശ്ചികതയാണോ, അതോ ഇതിനപ്പുറം നമ്മൾ കാണാതെ പോകുന്ന വലിയൊരു സത്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു സാധാരണ കഥയല്ല. കേൾക്കുമ്പോൾ ഉള്ളിലൊരു ആകാംക്ഷ ഉണർത്തുന്നതും ചിന്തകളെ മാറ്റിമറിക്കുന്നതുമായ ഒരു മനുഷ്യൻ്റെ അനുഭവമാണ്. ജീവിതം അവനെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലേക്ക് തള്ളിവിട്ടപ്പോഴും അവൻ തളരാതെ മുന്നോട്ടു പോയി. ഒടുവിൽ ഈ പ്രപഞ്ചവും ജീവിതവും ഒളിപ്പിച്ചു വെച്ചിരുന്ന നമ്മളാരും ചിന്തിക്കാത്ത ഒരു വലിയ രഹസ്യം അവൻ കണ്ടെത്തി. എന്തായിരുന്നു ആ രഹസ്യമെന്നും നന്മ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ വേദനകളുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്നും അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒട്ടും ശ്രദ്ധ മാറാതെ ഈ കഥ അവസാനം വരെ കേൾക്കുക. കാരണം ഇതിൻ്റെ ഒടുവിൽ വെളിപ്പെടുന്ന ആ സത്യം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ എന്നേക്കുമായി മാറ്റിയേക്കാം. മനോഹരമായ ഒരു ചെറിയ ഗ്രാമത്തിൽ രാജു എന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ്റെ കുടുംബം വളരെ സാധാരണമായിരുന്നു. ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്നതായിരുന്നു അവൻ്റെ ലോകം. മാതാപിതാക്കൾ നേരത്തെ മരിച്ചുപോയതുകൊണ്ട് കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും രാജുവിന്റെ ചുമലിലായിരുന്നു. കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ ഭാര്യ വീട്ടുജോലികൾക്കൊപ്പം പശുവിനെയും ആടിനെയും വളർത്തി പാൽവിറ്റ് കുടുംബത്തെ സഹായിച്ചു. രാജുവിന്റെ പ്രധാന വരുമാനമാർഗം മലകളിൽ കല്ലുവെട്ടുന്ന ജോലിയായിരുന്നു. വളരെ കഠിനാധ്വാനം വേണ്ടുന്ന ആ ജോലി ചെയ്ത് ക്ഷീണിതനായി രാത്രി അവൻ വീട്ടിൽ തിരിച്ചെത്തുമായിരുന്നു. എങ്കിലും എത്ര ക്ഷീണിച്ചാലും ഗ്രാമത്തിലെ ആരെങ്കിലും സഹായത്തിനായി രാജുവിനെ വിളിച്ചാൽ അവൻ ഒരിക്കലും ഒഴിഞ്ഞുമാറിയിരുന്നില്ല. ഞാൻ മറ്റുള്ളവരെ സഹായിച്ചാൽ ദൈവം എന്നെ പിന്തുണയ്ക്കുമെന്നും ദൈവം എനിക്കൊരു ദോഷവും വരുത്താൻ അനുവദിക്കില്ലെന്നും ഉള്ള ഒറ്റ തത്വത്തിലായിരുന്നു അവൻ്റെ ജീവിതം. ഈ വിശ്വാസമായിരുന്നു അവനെ എന്നും മുന്നോട്ട് നയിച്ചിരുന്നത്. രാജു തൻ്റെ ജീവിതത്തിലെ ഈ തത്വം അതീവ നിഷ്ഠയോടെയാണ് പിന്തുടർന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അപരിചിതൻ സഹായം ചോദിച്ചാൽ പോലും സ്വന്തം വീട്ടുജോലികൾ പാതി വഴിയിലിട്ട് അയാൾ സഹായിക്കാൻ ഓടുമായിരുന്നു. ഇത് രാജുവിൻ്റെ ഭാര്യയെ വല്ലാതെ അസ്വസ്ഥയാക്കി. ആദ്യം സ്വന്തം കാര്യങ്ങൾ ശ്രദ്ധിക്കൂ എന്നും കുടുംബത്തെ നോക്കൂ എന്നും അവൾ പലപ്പോഴും അദ്ദേഹത്തെ ഉപദേശിക്കാൻ ശ്രമിച്ചു. നമുക്ക് 2 കുട്ടികളില്ലേ എന്നും എന്നിട്ടും നിങ്ങൾ മറ്റുള്ളവരുടെ പുറകെ നടക്കുകയാണല്ലോ എന്നും അവൾ ചോദിക്കുമായിരുന്നു. സ്വന്തം വീട് നേരെയാക്കാൻ കഴിയാത്തയാൾ മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള അവളുടെ വാക്കുകൾ രാജുവിൻ്റെ കാതുകളിൽ ഒരു മുള്ളുപോലെ കുത്തിനോവിക്കുമായിരുന്നു. ഇത് പലപ്പോഴും അവർക്കിടയിൽ വഴക്കുകൾക്ക് വഴിയൊരുക്കി. എന്നാൽ രാജുവിന് തൻ്റെ സ്വഭാവം മാറ്റാൻ കഴിഞ്ഞില്ല. ഭാര്യയ്ക്കാകട്ടെ അവനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നിർത്താനും കഴിഞ്ഞില്ല. അങ്ങനെ അവരുടെ വീട്ടിൽ ദിവസേന കലഹങ്ങൾ പതിവായി. ഗ്രാമവാസികളെ സംബന്ധിച്ചിടത്തോളം രാജുവിൻ്റെ ഈ ദയ അവർക്ക് നന്നായി അറിയാമായിരുന്നു. അതിനാൽ എളുപ്പമുള്ളതും രാജുവിൻ്റെ കഴിവുകൾക്ക് അനുയോജ്യമായതുമായ ജോലികൾക്കായി അവർ മനഃപൂർവ്വം അവനെ വിളിക്കുമായിരുന്നു. അങ്ങനെ അവർക്ക് അധ്വാനം കുറയ്ക്കാമായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗ്രാമവാസികൾ രാജുവിൻ്റെ നല്ല മനസ്സിനെ മുതലെടുക്കുകയും അവൻ്റെ പിന്നിൽ നിന്ന് അവനെ കളിയാക്കി വിഡ്ഢി എന്ന് വിളിക്കുകയും ചെയ്തു പോന്നു. രാജുവിൻ്റെ ജീവിതത്തിൽ വിധി അപ്രതീക്ഷിതമായ ഒരു വലിയ ദുരന്തം വരുത്തിവെച്ചു. അവൻ്റെ പ്രിയതമയായ ഭാര്യ പെട്ടെന്നൊരു ദിവസം ഗുരുതരമായ രോഗത്തിനടിമയായി. തന്നാൽ കഴിയുന്ന വിധമെല്ലാം അവൾക്ക് ശുശ്രൂഷകൾ നൽകിയെങ്കിലും സ്ഥിതി വഷളായതോടെ ഗ്രാമത്തിലെ വൈദ്യനെ വിവരമറിയിച്ചു. വൈദ്യൻ പരിശോധിച്ച ശേഷം ഇതൊരു സാധാരണ അസുഖമല്ലെന്നും ഇവിടെ ചികിത്സിക്കാൻ സാധിക്കില്ലെന്നും അറിയിച്ചു. അടിയന്തരമായി നഗരത്തിലെത്തി മികച്ചൊരു ഡോക്ടറെ കാണിച്ചാൽ മാത്രമേ അവളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആ നിമിഷം മുതൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ രാജു പകച്ചുപോയി. ഭാര്യയുടെ നില അത്രത്തോളം മോശമാണെന്ന് അവൻ കരുതിയിരുന്നില്ല. അവളെ നഗരത്തിലെത്തിക്കാൻ ഒരു കുതിരവണ്ടി അത്യാവശ്യമായിരുന്നെങ്കിലും അതിനുള്ള സാമ്പത്തിക സൗകര്യം അവൻ്റെ കൈവശം ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് താൻ എപ്പോഴും സഹായിച്ചിട്ടുള്ള അയൽക്കാരൻ്റെ കാര്യം രാജുവിൻ്റെ ഓർമ്മയിൽ വന്നത്. അവന് ഒരു കുതിരവണ്ടി ഉള്ളതുകൊണ്ട് തൻ്റെ ആവശ്യം പറഞ്ഞാൽ അവൻ തീർച്ചയായും സഹായിക്കുമെന്ന് രാജു ഉറച്ചു വിശ്വസിച്ചു. വലിയ പ്രതീക്ഷയോടെ രാജു ആ സുഹൃത്തിനെ സമീപിച്ചെങ്കിലും അവൻ ഒഴിഞ്ഞുമാറുകയാണ് ചെയ്തത്. കുതിരയ്ക്ക് സുഖമില്ലെന്നും 4 ദിവസമായി അത് തീറ്റയെടുത്തിട്ടില്ലെന്നും പറഞ്ഞ് അവൻ തന്ത്രപൂർവ്വം നുണ പറഞ്ഞു. പണമുണ്ടെങ്കിൽ മറ്റൊരാളുടെ വണ്ടി ഏർപ്പാടാക്കി തരാമെന്നുകൂടി അവൻ പറഞ്ഞപ്പോൾ രാജുവിൻ്റെ ഉള്ളു തകർന്നു. നിരാശയോടെ മടങ്ങി നടക്കുമ്പോൾ രാജു കണ്ട കാഴ്ച അവൻ്റെ ഹൃദയം പിളർക്കുന്നതായിരുന്നു. സുഖമില്ലെന്ന് പറഞ്ഞ അതേ കുതിരയെ മറ്റൊരു യുവാവ് വണ്ടിയിൽ കെട്ടി വാടകയ്ക്ക് കൊണ്ടുപോകുന്നത് അവൻ കണ്ടു. താൻ ഏറ്റവും വിശ്വസിച്ച സുഹൃത്ത് ഇത്രയും വലിയൊരു ചതി കാണിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അവസാനം ഗ്രാമത്തിലെ ഒരു ധനികനിൽ നിന്നും പണം കടം വാങ്ങി രാജു മറ്റൊരു വണ്ടി ഏർപ്പാടാക്കി ഭാര്യയെ നഗരത്തിലെ ആശുപത്രിയിലെത്തിച്ചു. ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജു ആ പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് നീറുകയായിരുന്നു. താൻ എന്നും സഹായിച്ചിട്ടുള്ളവർ താൻ പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ മുഖം തിരിച്ചു എന്നതാണ് അവനെ കൂടുതൽ വേദനിപ്പിച്ചത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തുവന്ന് നൽകിയ വാർത്ത രാജുവിനെ തളർത്തിക്കളഞ്ഞു. ഒന്നും ചെയ്യാനില്ലാത്ത വിധം എല്ലാം കൈവിട്ടുപോയിരുന്നു. വൈകാതെ രാജുവിൻ്റെ പ്രിയതമ ഈ ലോകത്തോട് വിട പറഞ്ഞു. 2 മക്കളെയും തനിച്ചാക്കി അവൾ യാത്രയായതോടെ രാജുവിൻ്റെ ജീവിതത്തിലെ എല്ലാ തത്വങ്ങളും വിശ്വാസങ്ങളും തകർന്നുപോയി.
താൻ ചെയ്ത നന്മകൾക്കൊന്നും ഒരർത്ഥവുമില്ലെന്നും ദുഷ്ടന്മാരാണ് ജീവിതത്തിൽ വിജയിക്കുന്നതെന്നുമുള്ള ചിന്ത അയാളെ വല്ലാതെ അലട്ടി. നന്മ ചെയ്താൽ ദൈവം തുണയ്ക്കും എന്ന വിശ്വാസം ഒരു മിഥ്യയാണെന്ന് തിരിച്ചറിഞ്ഞ രാജുവിൻ്റെ ഉള്ളിൽ ലോകത്തോട് കടുത്ത വിരക്തി തോന്നി. ക്രമേണ സന്യാസിയുടെ അവസ്ഥയിലേക്ക് മാറിയ അവൻ ഒരു ദിവസം ആരെയും അറിയിക്കാതെ തൻ്റെ മക്കളെ ബന്ധുക്കളെ ഏൽപ്പിച്ച് ലോകത്തോട് വിട പറഞ്ഞ് ആരും കാണാത്ത ദിക്കിലേക്ക് ഇറങ്ങിത്തിരിച്ചു. രാജു എവിടെയാണ് അപ്രത്യക്ഷനായതെന്ന് ഗ്രാമവാസികൾക്കോ മറ്റാർക്കുമോ ഒരു വിവരവും ലഭിച്ചില്ല. സന്യാസം സ്വീകരിക്കുന്നതിനായി രാജു ഒരു മഹാത്മാവിനെ തേടിയെത്തി. അപ്പോൾ ധ്യാനനിമഗ്നനായിരുന്ന മഹാത്മാവ് കണ്ണുകൾ തുറന്ന് രാജുവിൻ്റെ മുഖത്തേക്ക് ദീർഘനേരം നോക്കി നിന്നു. സന്യാസിയാകാനുള്ള കാരണം ചോദിച്ചപ്പോൾ രാജു തൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ ദുരന്തങ്ങളും സങ്കടങ്ങളും അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. ഈ ലോകം തനിക്ക് നൽകിയത് വേദനകൾ മാത്രമാണെന്നും വിശ്വസിച്ച സുഹൃത്തുക്കൾ പോലും ചതിച്ചുവെന്നും അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തോട് വിരക്തി തോന്നുന്നുവെന്നും അവൻ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എല്ലാം കേട്ട ശേഷം മഹാത്മാവ് ശാന്തനായി ഉപദേശിക്കാൻ തുടങ്ങി. ലോകത്തുനിന്ന് ഒളിച്ചോടി സന്യാസിയാകുന്നത് ഒരിക്കലും യഥാർത്ഥ സന്തോഷം നൽകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നീ ദൈവത്തെ തേടിയല്ല ഈ ലോകം ഉപേക്ഷിച്ചത്, പകരം ലോകം നിന്നെ വഞ്ചിച്ചു എന്ന തോന്നലിൽ നിന്നാണ് സന്യാസത്തിലേക്ക് ഇറങ്ങിയത്. മനസ്സിന്റെ ഭാരങ്ങളുമായി സന്യാസിയായാൽ അതിന്റെ ഗുണം ലഭിക്കില്ലെന്നും സമ്പൂർണ്ണ വിശ്വാസമുള്ളവർക്ക് മാത്രമേ അത് സാധ്യമാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്ന ചോദ്യത്തിന് ലോകത്ത് നല്ലവർക്ക് ദുഃഖവും ദുഷ്ടന്മാർക്ക് അഭിവൃദ്ധിയുമാണ് ലഭിക്കുന്നതെന്ന് ഞാൻ കണ്ടുവെന്നും എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെന്നും രാജു മറുപടി നൽകി. അപ്പോൾ മഹാത്മാവ് സൗമ്യമായി ഇപ്രകാരം പറഞ്ഞു. നീ ആരെ സഹായിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട 5 പ്രധാന തത്വങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇവ മനസ്സിലാക്കി നീ തിരികെ പോയി ഗാർഹിക ജീവിതം നയിക്കുക. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിർവഹിക്കുമ്പോഴാണ് യഥാർത്ഥ സംതൃപ്തി ലഭിക്കുന്നത്. നീ ആരെ സഹായിക്കാൻ മുതിരുമ്പോഴും ശ്രദ്ധിക്കേണ്ട 1ാമത്തെ തത്വം ഇതാണ്. നീ ചെയ്യുന്ന സഹായത്തിൽ നിന്നും ഒരു വിധത്തിലുള്ള പ്രതിഫലവും പ്രതീക്ഷിക്കരുത്. ഇന്നൊരാളെ സഹായിച്ചാൽ നാളെ അവൻ തിരികെ ചെയ്യുമെന്ന് കരുതുന്നത് ദുഃഖങ്ങൾക്കേ വഴിവെക്കൂ. കാരണം പ്രതീക്ഷിക്കുന്ന മനുഷ്യർ പലപ്പോഴും നിന്നെ നിരാശപ്പെടുത്തും. പ്രതിഫലം മോഹിച്ചുള്ള സഹായം യഥാർത്ഥമല്ല, അത് നിന്റെ ഉള്ളിലെ അത്യാഗ്രഹം മാത്രമാണ്. നാളെ അവനും എന്നെ സഹായിക്കും എന്ന ചിന്തയോടെയാണ് പലരും മറ്റുള്ളവരെ സഹായിക്കുന്നത്. ഈ സ്വാർത്ഥത കാരണം സമ്പന്നരായ ആളുകളെ മാത്രം സഹായിക്കാൻ നമ്മൾ പ്രേരിതരാകുന്നു. പണമുള്ളവർക്കേ തിരികെ സഹായിക്കാൻ കഴിയൂ എന്ന തെറ്റിദ്ധാരണയിൽ യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ള പാവപ്പെട്ടവരെ നമ്മൾ അവഗണിക്കുന്നു. നിന്റെ കാഴ്ചപ്പാട് വിശാലമാക്കുക. സഹായം ഒരു വിഭാഗത്തിൽ മാത്രം ഒതുക്കാതെ എല്ലാവർക്കും തുല്യമായി നൽകുക. ഇതിനൊരു ഉദാഹരണം ആലോചിക്കുക. നിന്റെ ഒരു വശത്ത് സമ്പന്നനായ സുഹൃത്തും മറുവശത്ത് വിശന്നു വലഞ്ഞ ഒരു പാവപ്പെട്ട സ്ത്രീയും നിൽക്കുന്നുവെന്ന് കരുതുക. നിന്റെ സുഹൃത്തൊരു വിരുന്ന് കഴിക്കാൻ ക്ഷണിക്കുമ്പോൾ വിശക്കുന്ന സ്ത്രീ ഒരു കഷണം റൊട്ടിക്കായി യാചിക്കുന്നു. ആ സാഹചര്യത്തിൽ നീ ആർക്കാണ് മുൻഗണന നൽകുന്നത്? ആദ്യം വിശക്കുന്നവന്റെ വിശപ്പടക്കുക എന്നതാണ് മനുഷ്യധർമ്മം. പലരും ഇത് തിരിച്ചറിയാതെ സുഹൃത്തിന് വില കൂടിയ ഭക്ഷണം നൽകി സൽക്കരിക്കും. എന്നാൽ പാവപ്പെട്ടവന്റെ വിശപ്പകറ്റാൻ 1 രൂപ പോലും നൽകാൻ തയ്യാറാവുകയുമില്ല. തുടർന്ന് മഹാത്മാവ് 2ാമത്തെ തത്വം വിശദമാക്കി. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അത്യാഗ്രഹമോ സ്വാർത്ഥതയോ ഒട്ടും കലർത്തരുത്. ഇന്ന് ഞാൻ ഒരാളെ സഹായിച്ചാൽ ഭാവിയിൽ അവൻ എനിക്ക് തിരികെ ഉപകാരം ചെയ്യുമെന്ന് ചിന്തിക്കുന്നത് വെറും അത്യാഗ്രഹമാണ്. ഇത്തരം ചിന്തകൾ നിങ്ങളെ വഞ്ചനയിലേക്കും നിരാശയിലേക്കുമാണ് നയിക്കുക. അതുകൊണ്ട് പ്രതിഫലം കാംക്ഷിക്കാതെ മാത്രം സഹായം ചെയ്യുക. 3ാമതായി സ്വന്തം കഴിവും പരിമിതികളും അറിഞ്ഞു വേണം മറ്റുള്ളവരെ സഹായിക്കാൻ. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ സ്വന്തം മക്കളെയും കുടുംബത്തെയും കഷ്ടത്തിലാക്കി മറ്റുള്ളവരെ സഹായിക്കുന്നത് ശരിയല്ല. ആദ്യം സ്വന്തം കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റി അവരെ സന്തോഷിപ്പിക്കുക. വീട് നോക്കാതെ പുറം ലോകത്തിന്റെ പിന്നാലെ പോകുമ്പോഴാണ് കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുന്നത്. 4ാമത്തെ തത്വമായി മഹാത്മാവ് ഓർമ്മിപ്പിച്ചത് സ്വന്തം കർമ്മത്തിനും ജോലിക്കും മുൻഗണന നൽകാനാണ്. സ്വന്തം കാര്യങ്ങൾ പാതിവഴിയിലിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തിരികെ പിന്തുണ ലഭിച്ചില്ലെങ്കിൽ അത് വലിയ മനപ്രയാസമുണ്ടാക്കും. കർമ്മമാണ് ഏറ്റവും വലുത്. ആ കർമ്മം ഭംഗിയായി നിറവേറ്റാനാണ് നാം ഈ ഭൂമിയിൽ ജനിച്ചത്. ഒടുവിലായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെല്ലാം ദൈവഹിതം പോലെ സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയുക എന്നതാണ്. നമ്മൾ ഒരു നിമിത്തം മാത്രമാണ്. വഞ്ചനയും വേദനയുമൊക്കെ ഈശ്വരന്റെ ലീലയാണെന്ന് കരുതുക. ഇപ്പോൾ സംഭവിക്കുന്നതും ഇനി സംഭവിക്കാനിരിക്കുന്നതും നന്മയ്ക്കു വേണ്ടിയാണെന്ന ഉറച്ച വിശ്വാസം മനസ്സിലുണ്ടായാൽ എല്ലാ പരാതികളും അകന്നുപോകും. ഇന്ന് ബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധിച്ചില്ലെങ്കിലും കാലം കഴിയുമ്പോൾ എല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ സത്യം ഉൾക്കൊണ്ട് പരാതികൾ ഉപേക്ഷിച്ച് സ്വന്തം കുടുംബജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ജീവിതം സന്തോഷത്തോടെ ആസ്വദിക്കുക. അപ്പോൾ മാത്രമേ സന്യാസത്തിന് ഒരു അടിത്തറയുണ്ടാവുകയുള്ളൂ എന്നുപദേശിച്ച ശേഷം മഹാത്മാവ് രാജുവിനെ തിരികെ ഗ്രാമത്തിലേക്ക് അയച്ചു. കുട്ടികളെ കൂടെ കൂട്ടി നല്ല രീതിയിൽ വളർത്താൻ അദ്ദേഹം നിർദ്ദേശിച്ചു. രാജുവിന്റെ മടക്കയാത്ര ഗ്രാമവാസികൾക്ക് അവിശ്വസനീയമായിരുന്നു. അവൻ എവിടെ പോയെന്നോ എന്ത് അറിവുമായാണ് മടങ്ങിയതെന്നോ ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ അവന്റെ മുഖത്ത് ഒരു പ്രത്യേക പ്രകാശവും തിളക്കവും ദൃശ്യമായിരുന്നു. ബുദ്ധൻ പറഞ്ഞതുപോലെ ഏകാന്തതയെ ഒരു അനുഗ്രഹമായി കാണുക. നമ്മളെ തന്നെ മെച്ചപ്പെടുത്താൻ ദൈവം നൽകിയ സമയമാണത്. ഈ കഥയിൽ നിന്ന് ജീവിതത്തിനാവശ്യമായ വലിയ പാഠങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഗ്നൈറ്റിംഗ് പവർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതുക.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.